റീൽസ് ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ഫൂഫു ആണ്. സത്യത്തില് അല്ല പ്രത്യേക ടേസ്റ്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മളും ആ ഫൂഫു ഉണ്ടാക്കിയില്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥം ഗൈസ്? അയ്യോ ഇത്രയും കേടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓ കപ്പ കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പൊ നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ കപ്പ എന്ന് പറയണതല്ലോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. ഇത് എന്നെ അറിയുന്ന ഒരു ചേച്ചി എനിക്ക് തന്നതാട്ടോ. ഇത്തിരി അധികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലേഖക്കും കൂടി കൊടുത്തു കേട്ടോ. ഒന്നില് കപ്പ കഷ്ണങ്ങളായിട്ട് വേവിക്കാനോ ഇതില് പൊടിക്കാനോ മിക്സിയിലിടാം. ഇത് ചിലപ്പോ ഫൂഫു ഞാൻ മാത്രമേ കഴിക്കലുണ്ടാവുള്ളൂ. ഇത് നമുക്ക് പൊടിക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇട്ട ഉടനെ തന്നെ സംഭവം സെറ്റ് ആവുന്നുണ്ട്. ഇത് കുറുക്ക് കലക്കുന്ന പോലെ തന്നെ ഉണ്ട്. അത് ഫൂഫു ആവും. ലോ ഫ്ലെയിമിൽ ഇട്ടാ കേട്ടോ. എന്നിട്ട് പോലും എന്താ കട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. വേവൊക്കെ പെട്ടെന്നാവുന്ന തുടങ്ങി. നല്ല പാടുണ്ട്. എന്റെ കൈ ശരിക്കും വേവലതുമില്ലേ. ഇങ്ങനെ കഴിക്കുന്നതിലും ഭേദം കഷ്ണങ്ങളാക്കി വെട്ടിമുറുക്കി കുക്കറിൽ ഇട്ട് അടിച്ച് തിന്നണ തന്നെയാണ് ബുദ്ധി. സംഭവം സെറ്റായി കാണാം. അപ്പോ ഫൂഫും ചിക്കൻ കറിയും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ തണുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. അപ്പൊ ഞാനിത് ഇപ്പൊ തന്നെ കാണിച്ചെന്ന് വേറെ ഒന്നുമല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കണുള്ളൂ. അപ്പൊ ഊണ് കഴിച്ചത് വൈകിയാണല്ലോ. അപ്പൊ സംഭവം ഫൂഫു. ഞാനൊരു സത്യം പറയാം. ഈ ഫൂഫു എന്ന് പറഞ്ഞ സാധനം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇത് ആഫ്രിക്കക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നുറുക്കി നുറുക്കി കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് കഴിക്കലാണ് നല്ലത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇതില് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പൊ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരും.